ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് റൈസ് കേസരിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 100 ഗ്രാം ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നമുക്കത് 3-4 പ്രാവശ്യം വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് കുതിരാൻ വയ്ക്കാം. ഇതൊരു 100 ഗ്രാം പഞ്ചസാരയും 3-4 ഏലക്കായുമാണ്. പഞ്ചസാരയുടെ അളവ് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഇനി നമുക്ക് കുതിർത്ത റൈസൊക്കെ മറ്റൊരു പാനിലോട്ട് മാറ്റാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. നിറയെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പകുതി വെന്ത് വരുന്ന സമയത്ത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് കാഷ്യൂ നട്ട്സ് അരിഞ്ഞതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ വറുത്താണ് ചേർക്കുന്നത്, നെയ്യിലൊക്കെ വറുത്ത് ചേർക്കുന്നു. പക്ഷെ ഞാനിപ്പോൾ റൈസിനോടൊപ്പം തന്നെ കാഷ്യൂ നട്ട് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കേസരി കഴിക്കാൻ. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റൈസിലെ വെള്ളമൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേസരി കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. കളറെല്ലാം കൂടി നന്നായിട്ട് അരിയിൽ പിടിപ്പിക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നാച്ചുറൽ കളറാണ് ആവശ്യമെങ്കിൽ 1-2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുഴുവനോടെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് പഞ്ചസാര ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിയുന്നത് വരെ ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ നോക്കിക്കോണം. ഇപ്പോൾ നമുക്ക് കേസരിയൊക്കെ ഏകദേശം കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നെയ്യാണ്. നെയ്യ് ഒരു 5-6 സ്പൂൺ കണക്കാക്കി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ട് നെയ്യും കേസരിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എത്ര കഴിച്ചാലും മതി വരാത്ത അടിപൊളിയായിട്ടുള്ളൊരു കേസരിയാണിത്. ഇനി നമുക്ക് തീയെല്ലാം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ റൈസ് കേസരി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.